Hello everyone, welcome to Jupiter SSLC. It's me, your Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പറിന്റെ 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ചാപ്റ്റർ 7 and 8 ജോഗ്രഫിയിലെ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ്, 6-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് കൊണ്ട് പഠിക്കണം. പക്ഷേ ഇത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വെരി വെരി ഹൈ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി പോരല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരോടും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് കാണാൻ പറയാം. നിങ്ങൾ 2-3 കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ജോഗ്രഫിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ കാര്യം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. ഇത് ഒരുപാട് തവണ ഈ ഒരു ചാപ്റ്റർ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തെ പറ്റി ഒരു ചെറിയ കുറിപ്പ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസ് ഹിമാലയത്തെ പറ്റി ഒരു ലഘു വിവരണം തയ്യാറാക്കാൻ 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ ട്രാൻസ് ഹിമാലയത്തിലുള്ള 3 മൗണ്ടെയിൻസ്, 3 മലകൾ ഏതൊക്കെയാടാ? കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്. രണ്ടാമതായിട്ട് ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടൻ, ഏറ്റവും ഹൈറ്റ് കൂടിയ മല ഏതാടാ? മൗണ്ട് കൊടുമുടി ഏതാടാ? മൗണ്ട് K2 ആണ് കേട്ടോ. ഇതാണ് മൗണ്ട് K2 ആണ്. പിന്നെ അടുത്ത പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, ദ ആവറേജ് ഹൈറ്റ് ഈ 6000 മീറ്റർ. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാടാ? 6000 മീറ്റർ ആണ്. എത്ര മീറ്റർ ആണ്? 6000 മീറ്റർ ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയ. പിന്നെ മക്കൾ ഈ ഒരു മാപ്പ് ചോദിക്കും. മാപ്പിന്റെ വീഡിയോ ഓൾറെഡി എന്തുണ്ട്, നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി ആൻഡ് ഹിമാചൽ റേഞ്ചസ്. അല്ലെ, ഹിമാദ്രി, ഹിമാചൽ എന്നീ മലനിരകളുടെ സവിശേഷതകൾ വിശദീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹിമാദ്രി, ഹിമാചൽ ആണെങ്കിലും ഹിമാദ്രിയെക്കുറിച്ചും ഹിമാചലിനെ കുറിച്ചും ശിവാലിക്സിനെ കുറിച്ചും ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് 3 മാർക്കിന് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ഇത് 3ഉം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. nafi.ejupod എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. നിങ്ങൾ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ മോട്ടിവേഷൻ വേണമെങ്കിലും സ്റ്റഡിപ്പ് വേണമെങ്കിലൊക്കെ ഇതിലേക്കൊന്ന് മെസ്സേജ് ചോദിച്ചാൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഹിമാദ്രി, ഹിമാചൽ എന്നീ മലനിരകളുടെ സവിശേഷതയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമ്മൾ 3 പഠിച്ചു വെക്കണം. ഹിമാദ്രി പഠിക്കണം, ഹിമാചൽ പഠിക്കണം, ശിവാലിക്സ് പഠിക്കണം. ശ്രദ്ധിച്ചോ ഇതിൽ ഹിമാദ്രിയുടെ പ്രത്യേകത എന്താ? ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്, ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ്. ഹിമാദ്രിയുടെ പ്രത്യേകത എന്താടാ? ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആട്ടെ, ഏറ്റവും ഉയരം കൂടിയതാണ്. ഈ 3 ഏറ്റവും ഉയരം കൂടിയതാണ് എന്ത്? ഹിമാദ്രി. അതന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ എന്താടാ? ഹിമാദ്രിയുടെ ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 6000 മീറ്റർ. അല്ലെ, ശരാശരി ഉയരം എത്ര? 6000 മീറ്റർ ആണ്. അപ്പോൾ ഹിമാദ്രിയുടെ 6000 മീറ്റർ, 6000 മീറ്റർ ആണെങ്കിൽ ഹിമാചലിൽ എത്രയാടാ? 3000 മീറ്റർ അഥവാ 3000 മീറ്റർ ആണ്. ഹിമാദ്രി 6000 6000 ആണ്. ഹിമാചൽ എത്രയാ? 3000 3000 ആണ്. ശിവാലിക്സ് എത്രയാ? 1220 1220 മീറ്റർ. അപ്പോൾ ഈ 3 ഹൈറ്റിന്റെ പോയിന്റ് അടുത്ത് പഠിച്ചു വെക്കും കേട്ടോ. അടുത്തെന്താ? ഹിമാദ്രി പ്രത്യേകം എന്താ? ദ ഒറിജിൻ ഓഫ് റിവേഴ്സ് ലൈക്ക് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഗംഗ, ബ്രഹ്മപുത്ര പോലെ റിവേഴ്സ്, നദികൾ ഉത്ഭവിക്കുന്ന എവിടുന്ന? ഹിമാദ്രിയിലാണ്. എന്നാൽ ഹിമാചൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല ആൻഡ് ഡാർജിലിംഗ്. ഷിംലയും ഡാർജിലിംഗും പോലെയുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഹിമാദ്രിയുടെ മറ്റൊരു പ്രത്യേകത എന്താ? ദർ ആർ മൗണ്ടൻസ് വിച്ച് ഹാവ് ഓൾട്ടിറ്റ്യൂഡ് മോർ ദാൻ 8000 മീറ്റർ. 8000 മീറ്ററിലും കൂടുതൽ ഉയരമുള്ള കൊടുമുടികൾ എവിടെയുണ്ട്? ഹിമാദ്രിയിലുണ്ട്. ഇനി നമ്മൾ ശിവാലിക്സിലേക്ക് വരികയാണ്. ഇവിടെ എന്താ കാണുന്നത്? ബ്രോഡ് ഫ്ലാറ്റ് വാലീസിലെ വിശാലമായ പരന്ന താഴ്വരകൾ, ഡ്യൂണുകൾ എന്ന് വിളിക്കുന്ന താഴ്വരകൾ ഇവിടെ കാണുന്നുണ്ട്, ശിവാലിക്സിൽ കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ നദികൾ എന്ത് ചെയ്യുന്നു? മുറിഞ്ഞാൽ പോകുന്നില്ല. അതായത് നദികൾ എന്ത് ചെയ്യുന്നു? ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് പോകുന്നതിനാൽ പലയിടങ്ങളിലും തുറച്ച് നഷ്ടപ്പെടുന്നത്. നദികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിട്ടാണ് പോകുന്നത്. ഇത്രയും പോയിന്റ്സ് ഇതിൽ പഠിച്ചാൽ മതി കേട്ടോ. 3 മാർക്ക് ഷുവറാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം എന്താണ്? ഒരു 1 വേർഡ് ആണ്. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. ഇത് അടുത്ത 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തൊക്കെ ടൈപ്പ് ചെയ്താൽ വളരെ വളരെ സന്തോഷം. അടുത്ത് കണ്ടോ, ഇത് ഇതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഇത് അടുത്താണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ. ഇത് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? യെസ്, ഇതാണ്. പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസിലെ ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം. ഈ ഒരു ചോദ്യം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്ത് കളയത്. പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തേക്കാം, അത് അതേപോലെ ചോദിച്ചേക്കാം. മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് മോൾഡിംഗ് ദ ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാലാവസ്ഥയും മനുഷ്യ ജീവിതവും രൂപപ്പെടുന്നതിൽ
എന്തിൻ്റെ പങ്ക്? ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്ക് എന്തൊക്കെ? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരത്തിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഈ പോയിന്റുകളാണ് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട, ഈ പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ എന്താ? ഹാവ് ബീൻ പ്രൊട്ടക്ടിങ് അസ് ഫ്രം ദ ഫോറിൻ ഇൻവേഷൻ ഫ്രം ദ നോർത്ത് സിൻസ് ആൻഷ്യൻ ടൈം. അല്ലേ, പുരാതന കാലം മുതൽക്ക് വടക്ക് നിന്നുള്ള ആക്രമണത്തിൽ നിന്ന്, അല്ലേ, പുരാതന കാലം മുതൽക്ക് വടക്ക് നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു പോയത് ആരാണ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് അഥവാ ഉത്തരപർവ്വത മേഖലയാണ്. രണ്ടാമത് എന്താ? ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ് ആൻഡ് കോസ് റെയിൻഫോൾ ഓൾ ഓവർ ദി നോർത്ത് ഇന്ത്യ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് മൊത്തം മഴ ലഭിക്കാൻ ആര് കാരണമാകുന്നുണ്ട്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് കേട്ടോ. അടുത്തെന്താ? പ്രിവെന്റ് ദ ഡ്രൈ കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഫ്രം എൻറ്ററിംഗ് ഇന്ത്യ ഡ്യൂറിംഗ് വിന്റർ. ശൈത്യകാലത്ത് വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് വരാതെ നോക്കുന്നു. പിന്നെ സോഴ്സ് ഓഫ് റീജൻ ഓഫ് റിവേഴ്സ്, ഒരുപാട് നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. അതേപോലെ തന്നെ കോസ്റ്റ് എമർജൻസ് ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ കാണുന്നതൊക്കെ എവിടെയാണ്? ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് അഥവാ ഉത്തരപർവ്വത മേഖലയിലാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? മെൻഷൻ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുലാർ റിവേഴ്സ്. ഉപദ്വീപീയ നദികളുടെ പൊതുവായ സവിശേഷതകൾ ഇതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എന്താണ്? പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികളാണ് ചോദിച്ചെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയ നദികളും ചോദിച്ചേക്കാം. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയ നദികളുടെ പ്രത്യേകത എന്താണ്? എന്തൊക്കെയാണ് ഹിമാലയ നദികളുടെ പ്രത്യേകത? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാം കൂടുതലുള്ള നദികളാണ് ഏത് നദികൾ? ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയ നദികളുടെ എല്ലാം കൂടുതലാണ്. ഇവയ്ക്ക് എല്ലാം കൂടുതലായിട്ടുള്ള നദികളാണ് ഇത് ഹിമാലയൻ നദികൾ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഹിമാലയൻ റിവേഴ്സ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മൗണ്ടൻസ് ഇൻ ഹിമാലയ, ഹിമാലയത്തിലെ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത് ഹിമാലയൻ നദികൾ. പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികളോ ഒറിജിനേറ്റിംഗ് ഫ്രം ദി മൗണ്ടൻസ് ഇൻ പെനിൻസുലാർ പ്ലേറ്റ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഇത് പെനിൻസുലാർ റിവേഴ്സ്. പിന്നെ എക്സ്റ്റെൻസീവ് കാച്ച്മെൻറ്റ് ഏരിയ, വൃഷ്ടിപ്രദേശം ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ് ഇത് ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയ നദികൾ എന്ന് പറയാം. ഇനി പെനിൻസുലാർ റിവേഴ്സോ കമ്പാരിറ്റീവ്ലി സ്മോളർ കാച്ച്മെൻറ്റ് ഏരിയ, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ ഭൂപ്രദേശം, അത് കാച്ച്മെൻറ്റ് ഏരിയ, നദി ഒഴുകുന്ന സ്ഥലം കൂടുതൽ ആർക്കാടാ? ഹിമാലയൻ റിവേഴ്സിനാണ്. കുറവാർക്കാ? പെനിൻസുലാർ റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികൾക്കാട്ടോ. ഇൻറ്റൻസീവ് ഇറോഷൻ, അപരദന തീവ്രത, ഈ അപരദനം അഥവാ ഇറോഷൻ കൂടുതൽ ആർക്കാണ്? ഹിമാലയൻ റിവേഴ്സ്. അപ്പോൾ എല്ലാം കൂടുതലുള്ള നദികൾ ആരാണ്? ഹിമാലയ നദികളാണ്. ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, ഉയർന്ന ജലസേചന ശേഷി, അതും ഇറിഗേഷൻ പൊട്ടൻഷ്യാലിറ്റി, ജലസേചന ശേഷി കൂടുതൽ ആർക്കാ? ഹിമാലയ നദികൾക്കാണ്. നാവിഗബിൾ അലോങ് ദ പ്ലെയിൻസിലെ, ഈ സമതല പ്രദേശങ്ങളിലൂടെ ഗതാഗതം, ഉൾനാടൻ ജലഗതാഗതം, ബോട്ടുകൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ കൂടുതൽ എവിടെയാണ്? ഹിമാലയൻ നദികളിലാണ്. അപ്പോൾ 4 പോയിന്റ് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ അവസാന ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സോയിൽസ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്. കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ കുറിച്ച് കുറിപ്പേതാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, പെനിൻസുലാർ പ്ലേറ്റിൽ കാണുന്ന മണ്ണ് 3 തരത്തിലുള്ള മണ്ണാണ്. ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ. അല്ലേ, കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന മണ്ണാണ് ഇത് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണിലെ. അവിടെ ഉണ്ടായിരുന്ന ലാവ, അവിടെ മില്യൺസ് ഓഫ് ഇയേഴ്സ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കും അവിടെ നിന്ന് ലാവ ഉണ്ടായിരുന്നു. ആ ലാവ സോൾഡിഫൈ ചെയ്ത് ആ ലാവ തണുത്തു തുടങ്ങി ബസോൾട്ട് എന്ന് പറയുന്ന റോക്കായി മാറി. ആ ബസോൾട്ട് പൊടിഞ്ഞുണ്ടായിട്ടുള്ള സോയിലാണ് ഏത് സോയിൽ? ബ്ലാക്ക് സോയിൽ. പിന്നെ പ്രസൻസ് ഓഫ് അയൺ, ഇരുമ്പിൻ്റെ അംശമുള്ള സോയിലാണ് ഏത് സോയിൽ? റെഡ് സോയിൽ കേട്ടോ, ചുവന്ന മണ്ണ്. ഈ ബ്ലാക്ക് സോയിൽ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ മഴയും വേനലും മാറി വരുന്ന സ്ഥലങ്ങൾ, മൺസൂണും അതേപോലെ തന്നെ സമ്മർ സീസണും, മഴയും വേനൽക്കാലം ഇങ്ങനെ മാറി വരുന്ന സ്ഥലങ്ങളിൽ കാണുന്ന മണ്ണാണ് ഏത് മണ്ണ്? ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ലൈവ് ഡിസ്കസ് ചെയ്യുന്ന ബാക്കി ക്വസ്റ്റ്യൻ കൂടി പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ചാപ്റ്റർ 8 റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. കമ്പയർ ദ ഖാരിഫ് ആൻഡ് റാബി. അപ്പോൾ ഈ ക്വസ്റ്റൻ എന്താണ്? ഖാരിഫ് ആൻഡ് റാബി ആണെങ്കിലും ഇതിൻ്റെ കൂടെ നിങ്ങളോട് എന്തും കൂടി ചോദിച്ചേക്കാം? സെയ്ദ് കൂടി എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോ. അതിന് മുന്നേ നിങ്ങൾ ഒരു 1 വേർഡിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു 1 വേർഡ് ക്വസ്റ്റൻ ആൻസർ, കാരണം ഇത് ഈ ചാപ്റ്റർ 1 വേർഡിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 1 വേർഡിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്താ? ഖാരിഫ് ആൻഡ് റാബി ആണ്. അപ്പോൾ ഖാരിഫും റാബിയും സെയ്ദ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങളിത് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട എന്താ? ഇതിൻ്റെ സോയിങ് പീരീഡ്, ഇതിൻ്റെ വിളയിറക്കൽ കാലം, ഹാർവെസ്റ്റിംഗ് പീരീഡ്, വിളവെടുപ്പ് കാലം, മേജർ ക്രോപ്സ്, പ്രധാന വിളകളാണ്. അപ്പോൾ ഖാരിഫിന്റെ സോയിങ് പീരീഡ് എവിടെ? ജൂണാണ്. ജൂൺ മുതൽ ഏർലി നവംബർ വരെയാണ് എന്ത്? ജൂൺ മുതൽ ഏർലി നവംബർ വരെയാണ് എന്ത്? ഖാരിഫിൻ്റെ എന്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ സോയിങ് മുതൽ ഹാർവസ്റ്റിംഗ് വരെയുള്ള പീരീഡ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി ഒക്കെ. പിന്നെ റാബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടേക്കാ? നവംബർ ടു മാർച്ച് ആണ് എന്ത്? റാബി എന്ന് പറയുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയാണ് റാബി. വീറ്റ്, ടൊബാക്കോ, മസ്റ്റാർഡ് പോലുള്ള സാധനങ്ങളാണ്. പിന്നെ സെയ്ദ് ഉണ്ട്. സെയ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? മാർച്ച് ടു ജൂൺ ആണ്. മാർച്ച് മുതൽ ജൂൺ വരെയാണ് എന്ത്? സെയ്ദ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് എന്തിൽ ചെയ്യുക? സെയ്ദിൽ ചെയ്യുക. അപ്പോൾ ഈ ഓരോ കാലവും അതിൽ പ്രധാനമാണ് കൃഷി വിളകളും പഠിച്ചു വെക്കാം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. വിച്ച് ആർ
ദി ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ വീറ്റ് കൾട്ടിവേഷൻ? ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 3 ഫുഡ് ക്രോപ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, 3 ഭക്ഷ്യവിളകളുണ്ട്, നെല്ല്, ഗോതമ്പ്, ചോളം. അപ്പോൾ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായ സവിശേഷത ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ആൻസർ ചെയ്തത് എന്താ? ഓരോന്നിനും ആവശ്യമായ ടെമ്പറേച്ചർ, റെയിൻഫോള്, സോയിൽ, അത് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ റൈസിന് എത്ര വേണ്ടത്? മോർ ദാൻ 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം, 24 ഡിഗ്രിക്ക് മുകളിൽ താപനില വേണം. റെയിൻഫോൾ എത്ര വേണ്ടത്? മോർ ദാൻ 150 സെൻറ്റിമീറ്റർ, 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. ഏത് മണ്ണാണ് ആവശ്യം? അലൂവിയൽ മണ്ണ്, എക്കൽ മണ്ണാണ്. ഇവിടെ ചോദിച്ചത് എന്താ? ഗോതമ്പാണ് ചോദിച്ചത്. ഗോതമ്പിന് ആവശ്യമായത് എത്രയാ? 10 to 26 ഡിഗ്രി സെൽഷ്യസ് ആണ്, 75 സെൻറ്റിമീറ്റർ മഴ വേണം. എന്ത് മണ്ണാണ് ആവശ്യം? വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽ, നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇനി ചോളത്തിന് പ്രത്യേകം ഒരു സ്പെഷ്യൽ ടെമ്പറേച്ചർ ആവശ്യമില്ല. ഇറ്റ് ക്യാൻ കൾട്ടിവേറ്റ് ഇൻ ബോത്ത് സമ്മർ ആൻഡ് വിന്റർ. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും എന്ത് ചെയ്യാം? ചോളം കൃഷി ചെയ്യാം. ഇതിനാവശ്യമായ റെയിൻഫോൾ എത്രയാണ്? 75 സെൻറ്റിമീറ്റർ, 75 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് വേണ്ട മണ്ണ് എന്ത് മണ്ണാണ്? വെൽ ഡ്രെയിൻഡ് ഫെർട്ടൈൽ സോയിലല്ലേ, നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, വീറ്റ് കൾട്ടിവേഷൻ ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ ക്വസ്റ്റ്യൻ അതിൻ്റെ ടെമ്പറേച്ചർ, റെയിൻഫോൾ, സോയിൽ നിങ്ങൾ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നൊരു 1 വേർഡ് ആണ്. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യും. ഒരു 1 വേർഡിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യും. ഇതേപോലെ 1 വേർഡ് ചോദിക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോൾ പ്രൊഡക്ഷൻ ഇന്ത്യ. ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, കോൾ പ്രൊഡക്ഷൻ അഥവാ കൽക്കരിയെ കുറിച്ച് ചോദിക്കുക. നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഇതെന്താ? എന്താടാ? ഇറ്റ് യൂസ്ഡ് ആസ് എൻ ഇൻഡസ്ട്രിയൽ ഫ്യൂൽ, ഒരു വ്യാവസായിക ഇന്ധനമായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ 2 ടൈപ്പ് കോൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് കൽക്കരി? ബിറ്റുമിനസും ലിഗ്നൈറ്റും. ബിറ്റുമിനസ് കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇതിൽ ബിറ്റുമിനസ് ആണ് ഇതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി, ഗുണമേന്മ കൂടിയ കൽക്കരി എന്ന് പറഞ്ഞ കേട്ടോ. സോ അത് കാണുന്ന ഏറ്റവും വലിയ കോൾ ഫീൽഡാണ് ഇത് ജാരിയ ഇൻ ജാർഖണ്ഡിലെ ജാരിയാണ് ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ. പിന്നെ തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് എന്ത് കാണുന്നത്? ലിഗ്നൈറ്റ് കാണുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, കമ്പയർ ദ കൺവെൻഷണൽ സോഴ്സ് വിത്ത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും ചോദിക്കുകയാണെങ്കിൽ ഈ ടേബിൾ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ചെയ്തേണ്ട എന്താ? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതാണ് അല്ലേ. അതിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോള്, പെട്രോളിയം. നോൺ കൺവെൻഷണൽ പാരമ്പര്യേതരത്തിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാല നിന്നുള്ള ഊർജ്ജം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആദ്യം എഴുതി വെക്കുക. പിന്നെ ഈ കൺവെൻഷനിൽ പ്രത്യേകം എന്താ? ഉപയോഗിക്കും തോറും എക്സ്പോസ്ഡ് തീർന്നു പോകില്ല, ശുഷ്കമാകും. അതുകൊണ്ട് ഇത് നോൺ റിന്യൂവബിൾ ആണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ നോൺ കൺവെൻഷൻ പ്രത്യേകം എന്താ? റിന്യൂവബിൾ ആണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല ചീപ്പ് അഥവാ ചെലവ് കുറവാണ്. ഇനി ഈ കൺവെൻഷന് മറ്റൊരു പ്രത്യേകത എന്താ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇത് എന്തുണ്ടാക്കുന്നുണ്ട്? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ നോൺ കൺവെൻഷൻ എന്താണ്? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇതിന് ആൻസർ നിങ്ങൾ കണ്ടെത്തിട്ടോ. അതായത് എന്താടാ, 4 തരത്തിലുള്ള റോഡുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ. അതിൽ സ്റ്റേറ്റ് ഹൈവേസ്, ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, ഇവയുടെ പ്രത്യേകത എഴുതാനാണ് ചോദിച്ചത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ, ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ? ജലഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ജലഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ? ഇത് പഠിച്ചു വെക്കണം. ഇത് ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഒന്നാമത്തെ എന്താ? ദ ചീപ്പസ്റ്റ് മീൻ ഓഫ് ട്രാൻസ്പോർട്ട്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമായിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് എന്ത്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് എന്താ? സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ എക്സ്പോർട്ടിൽ, വലിയ അളവിൽ വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും ഉചിതമാണ് ഇത് വാട്ടർ ട്രാൻസ്പോർട്ട്. അടുത്ത ഏതാ? ഡസ് നോട്ട് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാക്കാത്ത ഒന്നാണ് ഏത്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ജലഗതാഗതം. അടുത്ത എന്താ? മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായത് ആണ്. അപ്പോൾ ഈ 4 പോയിന്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കട്ടെ. അപ്പോൾ ഇത്രയുമാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ 4 പോയിന്റ്, ഈ 2 ചാപ്റ്ററിലും എല്ലാ ക്വസ്റ്റിനും ഒരു 4 പോയിന്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. അധികമായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അധികം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് എന്താണോ അത് അതുപോലെ അങ്ങോട്ടേക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. അപ്പോൾ എൻ്റെ nafi.edu ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സ്റ്റഡി ടിപ്പ് വേണമെങ്കിലോ മോട്ടിവേഷൻ വേണമെങ്കിലോ അതിലേക്കൊന്ന് മെസ്സേജ് ആയി കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.